ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഒരു രക്ഷയില്ലാത്ത അടിയാണ് ലൈവിൽ നടക്കുന്നത്. ഇന്നലെ രാത്രി അനുമോളുടെ ഒരു ബാസ്ക്കറ്റ് കാണാത്തതിന്റെ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അതിന്റെ തുടർച്ചയായിട്ട് പല പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അനുമോളും വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ ആരും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കണക്കാണ്. ആര്യനും അനുമോളും തമ്മിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് അനുവിന്റെ ഈ കിറ്റ് കാണാത്തതിൽ കൂടുതൽ സംശയം നമ്മുടെ ആര്യനെയും ജിസേലിനെയാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മാറ്റി ആവാനാണ് ചാൻസ് കൂടുതൽ. ആര്യൻ അനുമോളുടെ പുറകെ നടന്ന് ചൊറിയുന്നു, അനുമോൾ അതിനപ്പുറം തിരിച്ചും ചൊറിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു കിളി പോയൊരവസ്ഥയാണ്. പിന്നെ അനുമോളുടെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നീ ഇന്നലെ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ നീ ഒറ്റയ്ക്കേ ഉള്ളൂ, നിന്റെ കൂടെ ആരും ഇല്ലാന്ന്. എങ്ങനെ നിന്റെ കൂടെ ആളുണ്ടാകും? നിന്റെ കൂടെ നിൽക്കുന്നവരടുത്ത് പോലും എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്താൻ നീ ആദ്യം പഠിക്കണം. നീ അവരുടെ അടുത്ത് നല്ലപോലെ പെരുമാറാൻ നീ പഠിക്കണം. ആദ്യം നിന്റെ വായിലെ നാക്ക് നീ അടക്കി വെക്കുക, എന്നാലേ നിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ബിന്നി രാവിലെ തന്നെ മറുകണ്ഠം ചാടിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എവിടെ ന്യായം ഉണ്ടെന്ന് കാണുന്നോ അങ്ങോട്ടേക്ക് നിന്ന് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ഒരാളായിട്ടാണ് ബിന്നി എനിക്ക് തോന്നിയത്. അക്ബർ ആണെങ്കിൽ പാരഡിയോട് പാരഡി, ഇവന്റെ പാരഡി ചെയ്ത് ഇവന് മടുക്കുന്നില്ലേ? അതും അനുമോളെ വെച്ച് മാത്രം പാരഡി ചെയ്തിട്ട് രാവിലെ എണീറ്റപ്പ തൊട്ട് അവളെ പുറകെയാണ്. റെന ഫാത്തിമയും ജിസയിലും കിച്ചണിൽ നിന്ന് കുക്കിങ്ങിലാണ്. അപ്പൊ റെന ഫാത്തിമ ഒരു പേര് സുസു ഹാങ്ങ എന്ന് പറയുന്ന എന്തോ ഒരു പേര് അനുമോളെ വിളിക്കുന്നുണ്ട്. എന്തോ മോശമായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പാനി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വിളിക്കരുത്, അത് നിനക്ക് പണി കിട്ടും. എല്ലാവരും ബിന്നിയും അതിനുശേഷം വന്ന് പറയുന്നുണ്ട്, ഞാനാണ് നിനക്ക് ആ വാക്ക് പറഞ്ഞു തന്നത്, നീ വിളിക്കരുത്, അത് മോശമായിട്ടുള്ള വാക്കാണ്, നിനക്ക് പണി കിട്ടും. ഉടനെ എടുത്ത വായിൽ റെന ചോദിക്കുവാണ്, ബിന്നി നീ ഇന്നലെ വരെ ഞങ്ങളുടെ സൈഡായിരുന്നല്ലോ, ഇന്നെന്താ നീ അനുമോളുടെ സൈഡായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഞാൻ ആരുടെ സൈഡൊന്നുമല്ല, നീ മോശമായിട്ടുള്ള വാക്കാണ് വിളിക്കുന്നത്, അത് നീ വിളിക്കരുത്. പക്ഷെ ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിന്നി നല്ലൊരു ഗെയിമറാണ്. എങ്ങനെ കളിക്കണം എന്ന് ബിന്നിക്ക് അറിയാം. ചുമ്മാ പോയി ഒരാളെ ചൊറിയാൻ പോകത്തില്ല. ന്യായം എന്ന് പറയുന്ന സാധനം എവിടേക്കോ ബിന്നി ചെറുതായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ റെന ഫാത്തിമ ആ ഒരു സാധനമില്ല. റെന ഫാത്തിമയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു അനുമോളാണ്. ടിൽ ദ എൻഡ് അനുമോൾ എന്നൊരു മൈൻഡിലാണ് റെന ഫാത്തിമയുടെ ഗെയിം പോകുന്നത്. അത് അധികം വൈകാതെ വീട്ടിൽ വന്നിരുന്ന് ലൈവ് കാണാനുള്ള ഒരു ഗെയിം തന്നെയാണ് റെന ഫാത്തിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഏറ്റവും അധികം നിങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിയും സ്വാധീനിക്കാത്ത ഒരു വ്യക്തിയും ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. അനുവിനെ ഭയങ്കരമായി സ്വാധീനിച്ചത് ശൈത്യ, സ്വാധീനിക്കാത്തത് റെന ഫാത്തിമ. അങ്ങനെ ഓരോരുത്തരും വന്ന് ഒഴിഞ്ഞു പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാത്തത് അനുമോളാണ്. 4 പേര് അനുമോളുടെ പേര് പറഞ്ഞു. ഒട്ടും അനുമോൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ കുറച്ചു പേര് സ്വാധീനിക്കുകയും കുറച്ചു പേര് സ്വാധീനിക്കപ്പെടാതെയും ബിഗ് ബോസ് ഹൗസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നമ്മുടെ നിവിൻ ബിഗ് ബോസ് വീട്ടിൽ മടങ്ങി വന്നിരിക്കുകയാണ്. എല്ലാവരും നിവിനെ കണ്ട് ഭയങ്കര സന്തോഷവും ചാടിത്തുള്ളലും ഒക്കെ ആയിരുന്നു. ജിസയില്, റെന ഫാത്തിമ, അതുപോലെ തന്നെ ആര്യൻ. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിവിൻ മടങ്ങി വന്നിരിക്കുന്നു. ഇനി ഇവരുടെയൊക്കെ നിവിൻ്റെ അടുത്തുള്ള സ്നേഹം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.